സോ അതുകൊണ്ടാണ് നമ്മൾ ലൈഫിൻ്റെ മീനിങ് തപ്പിപ്പോകുന്നത്. ഇതൊരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയേക്കാം. സോ സോറി ടു ബ്രേക്ക് ദിസ് കോൺസെപ്റ്റ് ടു യു. അതായത് നമ്മളുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മീനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ജീവിതം നമുക്ക് തരുന്നത് റാൻഡംനെസ്സും സൈലൻസും ഒക്കെയാണ്. വി ക്യാൻ ആക്ച്വലി സീ എ കോൺഫ്ലിക്റ്റ് ഹിയർ. അതായത് നമ്മൾ മീനിങ് കണ്ടുപിടിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സൈലൻസോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഇല്ലായ്മയൊക്കെയാണ്. ആൻഡ് ഈ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്നാണ് അബ്സേർഡിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത്. ഈ ഒരു ഐഡിയ പറയുന്നത് ലൈഫിന് മീനിങ് ഇല്ല എന്നല്ല, പകരം നമ്മളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി റാൻഡമാണ്. ഈ റാൻഡംനെസ്സിന് നമ്മൾ പലപ്പോഴും ഒരു പാറ്റേൺ അല്ലെങ്കിൽ മീനിങ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ആൻഡ് ഈ ഒരു ശ്രമം അബ്സേർഡാണ്, ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു ക്രിക്കറ്റ് മാച്ചിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം വളരെ ദയനീയമായിട്ട് തോറ്റു എന്ന് കരുതുക. സ്പോർട്സിലൊരു റിസൾട്ട് എന്ന് പറയുന്നത് സ്കില്ല്, സ്ട്രാറ്റജി, മിസ്റ്റേക്ക് പോലെയുള്ള പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും നടക്കുക. ആൻഡ് സംടൈംസ് വി ക്യാൻ ലൂസ് ഔട്ട് ഓഫ് നോവെയർ. അതുകൊണ്ട് തന്നെ ഒരു മാച്ചിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സുമാണ്, അതേപോലെ തന്നെ റാൻഡമാണ്. എന്നാൽ ഈ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ റീസൺസ് നിരത്തും. ലൈക്ക് ആ ബാറ്റർ കൊള്ളില്ലായിരുന്നു, ആ ലൈനപ്പ് മോശമായിരുന്നു, ക്യാപ്റ്റൻസി കൊള്ളില്ലായിരുന്നു, അല്ലെങ്കിൽ മാച്ച് ഫിക്സ്ഡ് ആയിരുന്നു, അമ്പയർ ബയാസ്ഡ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. കാമു പറയുന്നതനുസരിച്ച് റീസൺ ഉപയോഗിച്ച് നമ്മളുടെ എക്സിസ്റ്റൻസിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് അബ്സേർഡ് ഉണ്ടാകുന്നത്. മിത്ത് ഓഫ് സിസിഫസിൽ അദ്ദേഹം പറയുന്നത് ഇതിനെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് നമുക്ക് 3 വഴികളാണ് ഉള്ളതെന്നാണ്. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ സൂയിസൈഡ്, സെക്കൻഡ് ഈസ് ഫിലോസഫിക്കൽ സൂയിസൈഡ്. അതായത് നമ്മളുടെ ലൈഫിൻ്റെ അൺസർട്ടണിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയോളജി ഫോളോ ചെയ്യുന്നു, ലൈക്ക് റിലീജിയൻ, പൊളിറ്റിക്സ് ഓർ വാട്ട് എവർ ഐഡിയോളജി. ആൻഡ് ആ ഫോളോ ചെയ്ത ഐഡിയോളജിയെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ നടന്നതെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നു. തേർഡ് ഈസ് റിവോൾട്ട്, അതായത് ഈ ലോകം അബ്സേർഡ് ആണെന്ന് മനസ്സിലാക്കി ഈ ഒരു അബ്സേർഡ് ആയിട്ടുള്ള ലോകത്ത് മുൻകൂട്ടി നിശ്ചയിച്ചൊരു തിരക്കഥയുണ്ടെന്ന് നടിക്കാതെ തന്നെ ജീവിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നതാണ് ഇത്. ആൻഡ് ഈ ഒരു റിവോൾട്ടിനെ തന്നെയാണ് കാമുവും സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ചല്ല പോകുന്നത്. നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഇസ് ജസ്റ്റ് റാൻഡം. ചില ദിവസങ്ങൾ നല്ലതായിരിക്കും, ചില ദിവസങ്ങൾ കൊള്ളില്ലായിരിക്കും, ചില ദിവസം സക്സസ്ഫുൾ ആയിരിക്കും, ചില ദിവസം ഫെയിലിയർ ആയിരിക്കും, ചില ദിവസം നമ്മൾ കരയുമായിരിക്കും, ചിരിക്കുമായിരിക്കും, പ്രേമത്തിലായിരിക്കും, സൈലന്റ് ആയിരിക്കും, ആൻഡ് ഒരു ദിവസം നമ്മൾ മരിക്കുമായിരിക്കും. സോ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ഇറ്റ്സ് ജസ്റ്റ് റാൻഡം. ഇതൊരു പാറ്റേണിലല്ല വരുന്നത്. ആൻഡ് വി കാൻ കൺട്രോൾ ദീസ് തിങ്സ് ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഫോർ എ റീസൺ. ചുരുക്കി പറയുകയാണെങ്കിൽ ഡയറക്ടറോ സ്ക്രിപ്റ്റോ ഇല്ലാത്തൊരു മൂവിയിലെ ആക്ടേഴ്സ് ആണ് നമ്മളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്കത് പോരാ. ലൈക്ക് നമുക്ക് എല്ലാത്തിനും ഒരു അർത്ഥം വേണം, ഒരു ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഇല്ലായ്മ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ആളുകൾ ഓരോ ഐഡിയോളജീസിലും ഫെയ്റ്റിലും ഒക്കെ വിശ്വസിക്കുന്നത്.